അപ്പോൾ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കോംപ്ലക്സ് നമ്പറിൽ ആദ്യം നമുക്ക് അറിയേണ്ട കാര്യം ഒരു പ്രത്യേക നമ്പറാണ്, അതായത് √-1. നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ എപ്പോഴും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് റൂട്ടിന്റെ അകത്ത് നെഗറ്റീവ് വരാൻ പാടില്ല എന്നുള്ള കാര്യം. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ആ റൂള് വെച്ച് ഉണ്ടാക്കിയ നമ്പേഴ്സ് ആണ്. അതായത് അങ്ങനെ ഒരു നമ്പർ റൂട്ടിന്റെ അകത്ത് നെഗറ്റീവ് വരാൻ പാടില്ല എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ റൂട്ടിന്റെ അകത്ത് നെഗറ്റീവ് ഇട്ട് ഒരു നമ്പർ ഉണ്ടാക്കി, √-1. അയാളെ നമ്മൾ ഐ എന്നാണ് ജനറലി വിളിക്കുന്നത്. ഐ ഐ ഇസ് ഈക്വൽ ടു √-1. അപ്പോ ഐയുടെ സ്ക്വയർ ഐയുടെ സ്ക്വയർ ഐയുടെ സ്ക്വയർ √-1ന്റെ സ്ക്വയർ, അത് -1 ആണ്. അടുത്ത ഐയുടെ ക്യൂബ് അത് I² ആയതുകൊണ്ട് തന്നെ I² -1 ആണ്, അതുകൊണ്ട് ഇത് -i ആകും. നെക്സ്റ്റ് I⁴ എന്ന് പറയുന്നത് I⁴ എന്ന് പറയുന്നത് 1 ആകും. I⁴ എന്ന് പറയുന്നത് I² × I² ആണ്. I² × I² ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു -1 × -1 ആണ്. -1 × -1 എന്ന് പറയുന്നത് 1 ആണ്. ഇതാണ് ഐയെ പറ്റി ബേസിക്കലി നമുക്ക് പറയാനുള്ളത്. ഐ എന്ന് പറയുന്നത് √-1 എന്ന നമ്പറാണ്. ഐയുടെ സ്ക്വയർ √-1 × √-1 റൂട്ട് പോകും -1 ആകും. അടുത്ത I³ എന്ന് പറയുന്നത് -i ആണ്. I⁴ എന്ന് പറയുന്നത് 1 ആണ്. ഐയുടെ പവറുകൾക്ക് ഈ വാല്യൂ വീണ്ടും വീണ്ടും റിപ്പീറ്റായി വരും. അതായത് I⁵ എന്ന് പറയുന്നത് i ആണ്. ഈ പുള്ളിക്കാരൻ I⁴ × i ആണ്. I⁴ 1 ആണെന്ന് തെളിയിക്കപ്പെട്ടു. അപ്പൊ 1 × i, അതായത് I⁵ i ആണ്. I⁶ എന്ന് പറയുന്നത് I⁴ × I². I⁴ എന്ന് പറയുന്നത് 1 ആണ്. I² എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ -1. I⁵ എന്ന് പറയുന്നത് I⁴ × I³ ആണ്. I⁴ 1 ആണ്. I³ -i ആണ്. 1 × -i, -i. I⁸ എന്ന് പറയുന്നത് I⁸ എന്ന് പറയുന്നത് I⁴ × I⁴ ആണ്. അതായത് 1 × 1, 1. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ I-1 -i 1 എന്ന വാല്യൂ വീണ്ടും 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 റിപ്പീറ്റ് ആയി വന്നിട്ടിരിക്കും. അല്ലാതെ പുതുതായി ഒന്നും വരാൻ പോകുന്നില്ല. നെക്സ്റ്റ് I⁻0 എനിത്തിങ് ⁻0 1 ആണ്. I⁻0 1 ആയിരിക്കും. നെക്സ്റ്റ് I⁻−1 എന്ന് പറയുന്നത് നെഗറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം റെസിപ്രോക്കൽ ആണ്. I⁻−1 എന്ന് പറഞ്ഞാൽ 1/i ആണ്. I⁻−1 1/i നമ്മൾ ഇവിടെ മുകളിലും താഴെയും i കൊണ്ട് ഗുണിക്കുന്നു. I × i -1 ആണെന്ന് നമുക്ക് എല്ലാം അറിയാം. അപ്പൊ അത് -1 / -1, അതായത് -i. I⁻−1ഉം ഈ കൂട്ടത്തിലുള്ള വാല്യൂ, അതായത് -i തന്നെ കിട്ടി. ഇനി നമുക്ക് I⁻2 നോക്കാം. അത് 1/i² ആണ്. 1/i². I² എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ 1/-1. Therefore, this is equal to -1. I⁻3 എന്ന് പറഞ്ഞാൽ 1/i³ ആണ്. I³ എന്ന് പറഞ്ഞാൽ -i ആണ്. -i. മുകളിലും താഴെയും ഞാൻ i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മുകളിലും താഴെയും i കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. Therefore, this is equal to I divided by -1. This is equal to -1. This is equal to I. And so on. ഇങ്ങനെ നമുക്ക് എല്ലാവരെയും ഐയുടെ എല്ലാ പവറിനെയും കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മളൊരു ജനറൽ ഫോർമുല ക്രിയേറ്റ് ചെയ്യാണ്. എന്താണ് ആ ഫോർമുല എന്ന് നോക്കാം. I⁻4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതാണ് ഞാൻ 4k എന്ന് ഇട്ടേക്കുന്നത്. I⁻4k ആണെങ്കിൽ നിങ്ങളുടെ ഉത്തരം 1 ആയിരിക്കും. അതായത് ശ്രദ്ധിക്കുക, I⁻4 1 ആണ്. I⁻0 0
ആരുടെ മൾട്ടിപ്പിൾ ആണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ്, 1 ആണ്. i⁻8 8 4ന്റെ മൾട്ടിപ്പിൾ ആണ്, 1 ആണ്. ഐയുടെ പവറായി 8ന്റെ മൾട്ടിപ്പിൾ ആണ്, സോറി 8 അല്ല 4ന്റെ മൾട്ടിപ്പിൾ ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ഉത്തരം 1 ആയിരിക്കും. അടുത്ത i⁻4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 ആണ് വരുന്നതെങ്കിൽ, 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 ആണ് വരുന്നതെങ്കിൽ ഉത്തരം i ആയിരിക്കും. 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 ആണെങ്കിൽ ഉത്തരം i ആയിരിക്കും. പരീക്ഷിച്ച് നോക്കാം. i⁻5 4ന്റെ മൾട്ടിപ്പിൾ 4 പ്ലസ് 1, 4 പ്ലസ് 1 ആണ് i⁻5, i കിട്ടി. അടുത്ത നമുക്ക് -3 4ന്റെ മൾട്ടിപ്പിൾ -4 -4 പ്ലസ് 1 ആണ് -3, -4 പ്ലസ് 1 ആണ് -3, അങ്ങനെ അതും i കിട്ടി. അപ്പൊ ഐയുടെ മൾട്ടിപ്പിൾ സോറി i⁻4k പ്ലസ് 1, 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 ആണെങ്കിൽ ഉത്തരം i ആയിരിക്കും. അടുത്ത i⁻4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 2 ആണെങ്കിൽ, i⁻4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 2 ആണെങ്കിൽ നിങ്ങളുടെ ഉത്തരം -1 ആയിരിക്കും. നിങ്ങളുടെ ഉത്തരം -1 ആയിരിക്കും. നമുക്ക് നോക്കാം. i², 4ന്റെ മൾട്ടിപ്പിൾ 0 പ്ലസ് 2, 0 പ്ലസ് 2 -1 കിട്ടി. i⁻6 4ന്റെ മൾട്ടിപ്പിൾ 4 പ്ലസ് 2, 4 പ്ലസ് 2 -1 കിട്ടി. അടുത്ത ഐയുടെ മൾട്ടിപ്പിൾ -4 പ്ലസ് 2, -4 പ്ലസ് 2 -2, അതും -1 കിട്ടി. അപ്പൊ i⁻4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 2 ആണെങ്കിൽ ഉത്തരം -1 ആയിരിക്കും. ആൻഡ് ഫൈനലി ഐയുടെ മൾട്ടിപ്പിൾ i⁻4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 3 ആണെങ്കിൽ, 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 3 ആണെങ്കിൽ നിങ്ങളുടെ ഉത്തരം -i ആയിരിക്കും. ഇപ്പോ i⁻7 4 പ്ലസ് 3 ആണ്, -i കിട്ടി. i⁻1 -4 പ്ലസ് 3, -4 പ്ലസ് 3 -i കിട്ടി. ഇതെല്ലാവർക്കും നടക്കും. ഇതാണ് ഐയുടെ പവറിന്റെ ജനറൽ ഫോർമുല. ഐയുടെ പവറിന്റെ ജനറൽ ഫോർമുല വളരെ ഇമ്പോർട്ടന്റ് ആയ ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണ് i⁻54 എത്രയാണ്? 54നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 52 കിട്ടും. 52 ശരി, എത്ര? 13 തവണ ബാക്കി 2. അതായത് ഇയാള് 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 2 ആണ്. 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 2 ആണ്. അതായത് 54നെ നമുക്ക് 4 × 13 പ്ലസ് 2 എന്ന് എഴുതാം. റിമൈൻഡർ നോക്കിയാൽ മതി. റിമൈൻഡർ 2 ആണ്. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 2 ആണെങ്കിൽ ഉത്തരം -1 ആണ്. ഇനി i⁻76 76 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 76 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 4 × 19, 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഉത്തരം എന്തായിരിക്കും? 1. കഴിഞ്ഞു. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് പവറും കണ്ടുപിടിക്കാം. കാൽക്കുലേറ്റർ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. റിമൈൻഡർ അനുസരിച്ച് നിങ്ങൾക്ക് ആ കാര്യത്തിൽ തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. അത്രയും സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഐയുടെ പവറുകളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ യഥാർത്ഥ കോംപ്ലക്സ് നമ്പറിലേക്ക് പോവുകയാണ്. കോംപ്ലക്സ് നമ്പർ numbers of the form a plus ib where a comma b belongs to real numbers. ഈ എയും ബിയും നമുക്കറിയാവുന്ന സാധാരണ റിയൽ നമ്പറുകളായിരിക്കും. സാധാരണ റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, -∞ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള 0, 1, 2, 3, 1.1, √2 ഈ നമ്പറുകളെല്ലാമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ 2 റിയൽ നമ്പർ എടുക്കുക, എയും ബിയും. എന്നിട്ട് ബിയെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം
മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എയുമായി കൂട്ടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടും. ഇതില് ഐ ചേരാത്ത പാർട്ടിനെ നമ്മൾ വിളിക്കുന്നത് റിയൽ പാർട്ട് എന്നാണ്. റിയൽ പാർട്ട്. അതേസമയം ഐ ചേർന്ന പാർട്ട് ബി ഉണ്ടല്ലോ, അയാളെ വിളിക്കുന്നത് ഇമാജിനറി പാർട്ട് എന്നാണ്. ഇമാജിനറി പാർട്ട് ഡിനോട്ടഡ് ബൈ RE of Z and IM of Z, where Z is equal to A plus IB. കോംപ്ലക്സ് നമ്പറിനെ ജനറലി ഡിനോട്ട് ചെയ്യുന്നത് Z കൊണ്ടാണ്. അപ്പോ നമുക്ക് കോംപ്ലക്സ് നമ്പർ, ബേസിക്കലി ഒരു കോംപ്ലക്സ് നമ്പർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. രണ്ട് കോംപ്ലക്സ് നമ്പർ എപ്പോ ഈക്വൽ ആണെന്ന് പറയാം. Z1 എന്ന് പറയുന്നത് A1 പ്ലസ് IB1 ആണെന്ന് വിചാരിക്കുക. അതേസമയം Z2 എന്ന് പറയുന്നത് A2 പ്ലസ് IB2 ആണെന്ന് വിചാരിക്കുക. Z1 ഈക്വൽ ടു Z2. ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആകണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. A1 ഈക്വൽ ടു A2 ആൻഡ് B1 ഈക്വൽ ടു B2. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആകണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. രണ്ടു പേരുടെയും റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും തമ്മിൽ ഈക്വൽ ആയിരിക്കണം. അപ്പോഴാണ് നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെന്ന് പറയാൻ കഴിയുക. അതായത് ഇപ്പൊ ഞാൻ രണ്ട് കോംപ്ലക്സ് നമ്പർ എഴുതി, 1 + 2i 2 + 1i. 2 + 1i-നെ 1i-നെ i എന്നേ എഴുതത്തുള്ളൂ. നിങ്ങൾ നോക്കുമ്പോൾ റിയൽ പാർട്ട് ഇത് 1. അപ്പൊ 1 ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നല്ല നോക്കേണ്ടത്, അത് ഐയോട് ചേരാതെ തന്നെ ഉണ്ടോ എന്നാണ് നോക്കാനുള്ളത്. ഇല്ല, 1 ≠ = 2. അതേസമയം ഐയുടെ ആള് 2, അത് എവിടെയെങ്കിലും ഉണ്ടോ എന്നല്ല നോക്കുന്നത്, ഐയുടെ കൂടെ തന്നെ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. 2 ≠ = 1. ഇവർ രണ്ടുപേരും ഒന്നല്ല, ഇവർ രണ്ടുപേരും സെയിം അല്ല, അത്രയേ ഉള്ളൂ. ഇനി 1 + 2i 1 - 2i. റിയൽ പാർട്ട് നോക്കുക, 1 = 1, കുഴപ്പമില്ല. ഇമാജിനറി പാർട്ട് നോക്കുക, 2. ഇവിടെ ഇമാജിനറി പാർട്ട് -2. രണ്ടുപേരും ഈക്വൽ അല്ല. ഇവർ രണ്ടുപേരും ഈക്വൽ ആണെങ്കിൽ മാത്രമേ കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആകത്തുള്ളൂ. അതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആയ കോംപ്ലക്സ് നമ്പർ അല്ല. ഇതാണ് കോംപ്ലക്സ് നമ്പറിന്റെ ഇക്വാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം കൂടെ അവിടെ ഉണ്ട്, നമുക്കത് പരിശോധിക്കാം. ക്വസ്റ്റ്യൻ: ഫൈൻഡ് x and y if find x and y if x-ന്റെ y-ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. x and y if 3x + 4i is equal to 3x + 4i is equal to 12 - 8yi. 12 - 8yi. രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആകണമെങ്കിൽ അതിന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഈക്വൽ ആയിരിക്കണം. അതായത് ഇവിടത്തെ റിയൽ പാർട്ട് 3x, അവിടുത്തെ റിയൽ പാർട്ട് 12, ഇവിടത്തെ ഇമാജിനറി പാർട്ട് 4, ഇവിടത്തെ ഇമാജിനറി പാർട്ട് -8y. അതായത് x is equal to 12/3, that is equal to 4, and minus y is equal to 4/8, that is equal to 1/2. Therefore, y is equal to -1/2. എക്സിന്റെ വാല്യൂ 4, വൈയുടെ വാല്യൂ -1/2. നമ്മളിവിടെ മനസ്സിലാക്കാനുള്ള കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഈക്വൽ ആയിരിക്കും. അത്ര മാത്രം അറിഞ്ഞാൽ മതി. ശരി, മൂവിങ് ഓൺ. നമ്മൾ ഇനി രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഓൾജിബ്രയാണ് പഠിക്കാൻ പോകുന്നത്. അതായത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ എങ്ങനെ കിട്ടാം, കുറയ്ക്കാം, ഗുണിക്കാം, ഹരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം അഡിഷൻ. നമ്മുടെ കയ്യിൽ രണ്ട് കോംപ്ലക്സ് നമ്പർ ഉണ്ട്. Z1 = A1 + IB1, Z2 = A2 + IB2.
നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പറിനെ കൂട്ടാൻ എന്ത് ചെയ്യണം? ഒരു കാര്യം, നമ്മള് ഇവിടെ ഇനി ആൾജിബ്ര ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ നിർബന്ധമുണ്ട്. എന്താണ് ആ ചെറിയ നിർബന്ധം? നമ്മള് എന്താണ് ഒരു കോംപ്ലക്സ് നമ്പറിനെ എന്താണ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ പുള്ളിയെ എന്താണ് ജനറൽ ഫോമിൽ എഴുതുക എന്നുള്ളതാണ് ആഗ്രഹം. അതായത് a+bi, റിയൽ പാർട്ട് പ്ലസ് i ഇൻറ്റു ഇമാജിനറി പാർട്ട് എന്ന് എഴുതാനാണ് ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി കഴിവതും നമ്മൾ ഇനി അതിനു വേണ്ടിയായിരിക്കും ശ്രമിക്കുന്നത്. കഴിവതും അയാളെ ഒരു റിയൽ പാർട്ട് പ്ലസ് i ഇൻറ്റു ഇമാജിനറി പാർട്ട് എന്ന് എഴുതാൻ നമ്മൾ ശ്രമിക്കുന്നു. അപ്പൊ രണ്ടുപേരെ എങ്ങനെ രണ്ട് കോംപ്ലക്സ് നമ്പറിനെ കൂട്ടാൻ അതിന്റെ റിയൽ പാർട്ടുകളെ തമ്മിൽ കൂട്ടുക, a1 + a2, എന്നിട്ട് അയാളുടെ ഇമാജിനറി പാർട്ടുകളെ തമ്മിൽ കൂട്ടുക, എന്നിട്ട് ഇമാജിനറി പാർട്ടിന് i കൊടുക്കുക. രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ അവരെ കൂട്ടാൻ അവരുടെ റിയൽ പാർട്ടുകൾ തമ്മിൽ കൂട്ടുക, അവരുടെ ഇമാജിനറി പാർട്ട് തമ്മിൽ കൂട്ടുക, ഇമാജിനറി പാർട്ട് കൂട്ടിയതിന്റെ അവിടെ i കൂടെ കൊടുക്കുക. ഇനി രണ്ട് രണ്ട് കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യാം? എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യാം? z1 = a1 + ib1, z2 = a2 + ib2. എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യാം? അവരുടെ റിയൽ പാർട്ടുകൾ തമ്മിൽ z1 - z2 അവരുടെ റിയൽ പാർട്ടുകൾ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക, പ്ലസ് അവരുടെ ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് ഇമാജിനറി പാർട്ടിന്റെ അവിടെ i കൊടുക്കുക. എന്താണ് നമ്മുടെ അഡിഷൻ ചെയ്യാൻ ഉപയോഗിച്ച അതേ ടെക്നിക്ക്. റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്തു, ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്തു, ഇമാജിനറി പാർട്ടിനായി കൊടുത്തു. സബ്സ്ട്രാക്ട് ചെയ്യാൻ റിയൽ പാർട്ടുകൾ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്തു, ഇമാജിനറി പാർട്ട് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്തു, ഇമാജിനറി പാർട്ട് സബ്സ്ട്രാക്ട് ചെയ്തതിന്റെ അവിടെ ആയി. അത്രയും. അപ്പൊ നമ്മുടെ അഡിഷനും സബ്സ്ട്രാക്ഷനും കഴിഞ്ഞു. ഇനി നമ്മുടെ കയ്യിലുള്ളത് മൂന്നാമത്തത് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ z1 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ a1 + ib1, z2 എന്ന് പറയുന്നത് a2 + ib2. അപ്പോ z1 ഇൻറ്റു z2. സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്തു, ഇമാജിനറി പാർട്ട് തമ്മിൽ ആഡ് ചെയ്തു, അതേപോലെ ഇവിടെ സബ്സ്ട്രാക്ട് ചെയ്തു, അതേപോലെ റിയൽ പാർട്ടുകൾ തമ്മിൽ ഗുണിക്കുക, ഇമാജിനറി പാർട്ട് തമ്മിൽ ഗുണിക്കുക എന്നായിരിക്കും. പക്ഷെ അങ്ങനെ അല്ല. ഇവിടെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ ഈ ഫോർമുല പഠിച്ചില്ലെങ്കിൽ പോലും ഈ ടെക്നിക്ക് പഠിക്കുക. ഫോർമുല പഠിച്ചില്ലെങ്കിൽ സാരമില്ല, കാണാതെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ടെക്നിക്ക് പഠിക്കുക. എന്താണെന്ന് നോക്കണം. നമ്മൾ രണ്ട് പേരെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ബ്രാക്കറ്റിന്റെ അകത്താണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. a1 × a2, a1 × a2. അടുത്ത a1 × ib1, a1 × ib2, a1 × ib2. അടുത്ത ib1 × a2, ib1 × a2, ib1 × a2. അടുത്ത i × i -1 ആണെന്ന് നമുക്കറിയാം. i × i² -1 ആണെന്ന് അറിയാം. എന്നിട്ട് b1 × b2, b1 × b2. therefore കുറച്ച് ഭംഗിപ്പെടുത്തുകയാണ്. which is equal to a1 a2 -1 × b1 b2, അതായത് -b1 b2 പ്ലസ് i × ഇവർക്ക് രണ്ടുപേർക്കും i ഉണ്ട്. അപ്പൊ അത് കോമൺ എടുത്തു. a1 b1 പ്ലസ് a2 b1. ഇതാണ് കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ ഫോർമുല കാണാതെ പഠിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇങ്ങനെ എഴുതുക. നിങ്ങൾക്ക് സാധാരണ എക്സ്പാൻഷൻ അറിയാം. എക്സ്പാൻഡ് ചെയ്തു, എന്നിട്ട് i ഇല്ലാത്തവരെയെല്ലാം ഫ്രണ്ടിലേക്ക് മാറ്റി എഴുതി, i ഉള്ളവരെയെല്ലാം ബാക്കിലേക്ക് മാറ്റി എഴുതി. ഇതാണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കോംപ്ലക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇത്ര മാത്രം. ഒന്നുമില്ല, ബ്രാക്കറ്റിൽ എഴുതി എക്സ്പാൻഡ് ചെയ്താൽ മാത്രം മതി. i × i -1 ആണെന്ന് ഓർത്തിരിക്കണമെന്നും കൂടെ ഉള്ളൂ.
ആൻഡ് ഫൈനലി നമുക്കുള്ളത് ഡിവിഷൻ. ഫൈനലി നമ്മുടെ കയ്യിലുള്ളത് ഡിവിഷൻ. എങ്ങനെ രണ്ട് കോംപ്ലക്സ് നമ്പറിനെ ഡിവൈഡ് ചെയ്യാം? എഗെയിൻ ഇവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, നോക്കിയേക്കുക. ഈ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരുന്നതിന് വേറൊന്നുമല്ല കാരണം ഇയാളെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക എന്നുള്ളത് കാരണം കൊണ്ടാണ്. അപ്പൊ ഞാനിവിടെ എഴുതുന്നു Z1/Z2, അതായത് A1 + IB1 ഡിവൈഡഡ് ബൈ A2 + IB2. സ്റ്റാൻഡേർഡ് ഫോമിൽ ആയിട്ടില്ല. റിയൽ പാർട്ട് പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് ആയിട്ടില്ല. ഇത് ചെയ്യാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് ശ്രദ്ധിക്കുക. A1 + IB1 ഡിവൈഡഡ് ബൈ A2 + IB2. ഈ താഴെയുള്ള ആളുടെ കോൺജുഗേറ്റ്, ഈ കോൺജുഗേറ്റ് നമ്മൾ വിശദമായി പഠിക്കും. നിങ്ങൾ നോക്കിക്കോളുക. A2 + I × B2 - IB2. ഇതാണ് കോൺജുഗേറ്റ്. അതായത് ഇമാജിനറി പാർട്ടിൽ ഒരു നെഗറ്റീവും കൂടെ കൊടുക്കുക. അതിനെയാണ് നമ്മൾ കോൺജുഗേറ്റ് എന്ന് വിളിക്കുന്നത്. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. ഒരു ഫ്രാക്ഷൻ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട രീതി ഇതാണ്. ഒരു ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. കോൺജുഗേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇമാജിനറി പാർട്ടിന് ഒരു മൈനസ് കൂടെ ഇട്ടാൽ മതിയാകും. അതിനുശേഷം നമ്മൾ ഇയാളെ എക്സ്പാൻഡ് ചെയ്യുന്നു. നമുക്ക് മുകളിൽ എക്സ്പാൻഡ് ചെയ്യാൻ അറിയാം. A1 × A2, A1 × A2. അടുത്ത A1 × -IB2 -IA1B2. അടുത്ത -IB1 × A2 +I IB1 × A2. അടുത്ത I × I × I -1 ആണ്. മൈനസ് കൂടെ ചേർന്ന് പ്ലസ് ആകും. B1 × B2. the whole divided by A2 × A2 square. A2 × -IB2 -I A2B2. അടുത്ത -IB2 × A2 -I B2 × A2. അടുത്ത I × -I 1 ആണ്. I × I -1 ആണ്. -1 കൂടെ +1 ആകും. പിന്നെ B2 സ്ക്വയർ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും സെയിം ആണ്, വെട്ടിക്കളയുന്നു. ഇനി നമ്മൾ നോക്കുമ്പോൾ ന്യൂമറേറ്റർ A1 A2 പിന്നെ ഏറ്റവും അവസാനം പ്ലസ് B1 B2. പിന്നെ നമുക്കിവിടെ I കോമൺ എടുക്കാം. അപ്പോ A2 B1 -A1 B2 the whole divided by A2 square plus B2 square. A2 square plus B2 square. ഇനി ഒരു ചെറിയ അടുക്കും ചിട്ടയിൽ എഴുതുകയാണ്. A1 A2 plus B1 B2 ഡിവൈഡഡ് ബൈ A2 square plus B2 square. നിങ്ങൾ നോക്കൂ, ഇവിടെ I ഇല്ല, ഇവിടെ ഒരിടത്തും I ഇല്ല. പ്ലസ് I × A2 B1 -A1 B2 ഡിവൈഡഡ് ബൈ A2 square plus B2 square. കഴിഞ്ഞു. നോക്കൂ, റിയൽ പാർട്ട് പ്ലസ് I × ഇമാജിനറി പാർട്ട്. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാനാണ് നമ്മൾ ഈ തത്രപ്പാടൊക്കെ പെട്ടത്. ഈ ഫോമുല ആരും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇനി മുതൽ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പാണ്. അതായത് ഫ്രാക്ഷൻ വന്നോ അയാളെ ജനറൽ ഫോർമാറ്റിലാക്കാനായി താഴെയുള്ള ആളുടെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്ക് വേണ്ട ആൻസർ ആയിട്ടുണ്ടാവും. കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തും ഡിവൈഡ് ചെയ്തും ഒക്കെ നമുക്കൊന്ന് നോക്കാം. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തും ഡിവൈഡ് ചെയ്തും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. സോ 3 + 2i into 7 - 5i. ഫോർമുല നമ്മൾ കാണാതെ പഠിക്കില്ല, നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്യാണ്. 3 × 7 21. 3 × -5 -15 × I
3i 2i ഇൻറ്റു 7 2i ഇൻറ്റു 7 14i 2i ഇൻറ്റു -5i 2 ഇൻറ്റു -5 -10 ആണ് i ഇൻറ്റു i -1 ആണ്. അങ്ങനെ അത് +10 ആവും. 21 + 10 21 + 10 31 പ്ലസ് i ഇൻറ്റു 14 - 15 14 - 15 അതായത് 31 മൈനസ് i 14 - 15 -1 ആണ്. -1 ഇൻറ്റു i -i കഴിഞ്ഞു. അപ്പൊ നമ്മള് വിദഗ്ധമായി അതിന്റെ ആൻസർ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ കോംപ്ലക്സ് നമ്പറിനെ ഡിവൈഡ് ചെയ്യാം. 3 + 2i divided by 7 - 5i 3 + 2i divided by 7 - 5i. ശരി, അപ്പോ ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നോക്കാം. which is equal to 3 + 2i divided by 7 - 5i. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫ്രാക്ഷൻ വരുമ്പോൾ താഴെയുള്ള ആളുടെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന്. കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇമാജിനറി പാർട്ടിൽ നെഗറ്റീവ് കൊടുക്കണം. അപ്പൊ ഇവിടെ 7 - 5i ഉണ്ട്. അവിടെ നെഗറ്റീവ് കൊടുക്കുമ്പോൾ നെഗറ്റീവും കൂടെ പ്ലസ് ആകും. ഇവിടെ മൈനസ് ഉണ്ട്, മൈനസും കൂടെ പ്ലസ് ആകും നെഗറ്റീവ് കൊടുക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ മുകളിലും ഗുണിക്കുക. which is equal to, ശ്രദ്ധിക്കുക, 3 × 7 21 3 × 5i 15i 2i × 7 14i 2i × 5i i × i -1 ആണ്. 2 × 5 10. the whole divided by, താഴെ ശ്രദ്ധിക്കുക, ഒരു നമ്പറിനെ അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ ആണ് കിട്ടുന്നത്. ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മേളിൽ നോക്കാം. നമ്മൾ ഡിനോമിനേറ്ററിൽ ഒരു നമ്പറിനെ അതിന്റെ കോൺജുഗേറ്റ് കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്. നിങ്ങൾക്ക് എന്ത് കിട്ടി? അതിന്റെ റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ കിട്ടിയില്ലേ? അത് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അതായത് 7² + 5² കിട്ടും. അല്ലാതെ അയാളെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയം കളയേണ്ട ഒരു ആവശ്യവും നമുക്കില്ല. ഇനി 21 - 10 11 15i + 14i 29i ഡിവൈഡഡ് ബൈ 7² 49 + 25. അതായത് നമുക്ക് കിട്ടാൻ പോകുന്നത് 11 + 29i ഡിവൈഡഡ് ബൈ 74. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 11/74 പ്ലസ് i ഇൻറ്റു 29/74. നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ ഡിവൈഡ് ചെയ്തു. വിദഗ്ധമായി തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഒരു കോംപ്ലക്സ് നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന രീതി. ഇങ്ങനെയാണ്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ക്വസ്റ്റ്യൻ ആണ്. compute 1 - i divided by 1 + i. Compute 1 - i divided by 1 + i the whole raised to 100. 1 - i raised to 1 + i the whole raised to 100. അപ്പൊ ശ്രദ്ധിക്കുക, ഇതേപോലത്തെ ഒരാളെ 100 കൊണ്ട് പവർ കൊണ്ട് ചെയ്യാണ് വേണ്ടത്. അപ്പൊ അതിനാദ്യം ഞാൻ 1 - i × 1 + i പ്രത്യേകം എഴുതി. അതിനുശേഷം ഇത് ഫ്രാക്ഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, താഴെയുള്ള ആളുടെ കോൺജുഗേറ്റ് കൊണ്ട്
താഴെയുള്ള ആളുടെ കോഞ്ചുഗേറ്റ് 1 + i ആണ്, അയാളുടെ കോഞ്ചുഗേറ്റ് 1 - i ആണ്. അതുകൊണ്ട് മുകളിലും താഴെയും നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. അങ്ങനെയാണെങ്കിൽ മുകളില് 1 × 1 1, ഇനി 1 × -i 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 - i × 1 - i -i -i മൈനസ് മൈനസ് കൂടെ പ്ലസ് ആകും. പിന്നെ i² -1 ആണ്, അങ്ങനെ -1 ആയി. ഡിവൈഡഡ് ബൈ ഇത് ഒരു കോംപ്ലക്സ് നമ്പർ ഇൻറ്റു ഇറ്റ്സ് കോൺജുഗേറ്റ് ആണ്. 1 ന്റെ സ്ക്വയർ 1 പ്ലസ് വീണ്ടും 1 ന്റെ സ്ക്വയർ 1. Therefore, this is equal to 1 - i പോയി, ബാക്കി -2i divided by 1 + 1 2, that is equal to -i. നമുക്കപ്പോ അകത്തുള്ള ഫ്രാക്ഷൻ എന്ന് പറയുന്നത് -i ആണ് കിട്ടിയത്. അകത്തുള്ള ഫ്രാക്ഷൻ എന്ന് പറയുന്നത് -i ആണ്. ഇയാളെ ഇങ്ങനെ ഇട്ട് 100ന്റെ പവർ എടുക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. ഇങ്ങനെ ഇട്ട് 100ന്റെ പവർ എടുക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. അതുകൊണ്ടാണ് അകത്തുള്ള ആളെ സിംപ്ലിഫൈ ചെയ്തത്. അതിപ്പോ -i ആയി. ഇനി ഇയാളുടെ പവർ എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. 1 - i divided by 1 + i the whole raised to 100. അകത്ത് കിടക്കുന്ന ആളാണ് -i എന്ന് എഴുതി വെച്ചേക്കുന്നത് raised to 100. മൈനസ് നെഗറ്റീവിനെ 100 പ്രാവശ്യം പവർ എടുത്താൽ, ഈവൻ പ്രാവശ്യം പവർ എടുത്താൽ അത് പോസിറ്റീവ് ആകും. നെഗറ്റീവിനെ നമ്മൾ 100 പ്രാവശ്യം പവർ എടുത്താൽ അതായത് ഈവൻ തവണ പവർ എടുത്താൽ അതെന്താവും? പോസിറ്റീവ് ആവും. ഓഡ് തവണ പവർ എടുത്താൽ അത് നെഗറ്റീവ് ആവും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അപ്പൊ i raised to 100. ഐയുടെ പവറുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേസ് ടു 100 ആണ്. റേസ് ടു 100. 100 അപ്പോ എങ്ങനെയാണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണോ എന്താണ് ബാക്കിയെന്ന് നോക്കുന്നു. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 8 2 തവണ, ബാക്കി 20 20 20 5 തവണ 5 തവണ 0. അതെ, 100 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 4 × 25 ആണ്. 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട് 1. പവർ 4ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിയതേ ഉള്ളൂ. പിന്നെ വേറൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഉത്തരം നേരെ 1. അപ്പൊ ഈ ഇരിക്കുന്ന വലിയൊരാളിന്റെ, അതായത് 100ാമത്തെ പവറിന്റെ ഉത്തരം 1 ആണ്. നമുക്ക് പ്രത്യേകിച്ച് വലിയ അധ്വാനമൊന്നും എടുക്കേണ്ടിയും വന്നില്ല. കഴിഞ്ഞു. നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നത് അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു പ്രോബ്ലമാണ്. ഇത് കുറച്ച് അധ്വാനിക്കാനുണ്ട് നമുക്ക്. if x is equal to -2 - √3i, if x is equal to -2 - √3i, -2 - √3i, find 2x raised to 4 plus 5x³ 7x² plus 5x³ plus 7x² plus 7x² minus x plus 41. ഇയാളുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സിമ്പിൾ ആയിട്ട് എക്സ് തന്നിട്ടുണ്ട്. നമ്മൾ എക്സിനെ ഇവിടെ കൊടുക്കണം. ഇവിടെ കൊടുക്കുന്നതിന് മുമ്പേ ആദ്യം ഇവിടെ നമുക്ക് എക്സിന്റെ സ്ക്വയർ വേണം, എക്സിന്റെ ക്യൂബ് വേണം, എക്സ് റൈസ് ടു 4 ഒക്കെ വേണമല്ലോ. അവരെല്ലാം പ്രത്യേകം കണ്ടുപിടിക്കാം. ആദ്യം ഞാൻ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കും. -2 - √3i the whole squared, which is equal to -2 - √3i into -2 - √3i. എക്സ്പാൻഡ് ചെയ്യുന്നു. -2 × -2 4 കിട്ടും. -2 × -√3i plus 2 √3i കിട്ടും. -√3 × -2 + 2 √3i കിട്ടും. ഇനി ഏറ്റവും അവസാനം മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. √3 × √3 3 ആകും. i × i -1 ആകും. അതായത് 4 - 3 4 - 3 1 2 √3i 2 √3i that is equal to 4 √3i. നമുക്ക് എക്സ് സ്ക്വയർഡ് കിട്ടി. ഇനി അടുത്ത് നമുക്ക് x³ ആവശ്യമുണ്ട്. x³ എടുക്കുന്നു. x³ കണ്ടുപിടിക്കാൻ നമ്മൾ x² × x എന്നാണ് എടുക്കുന്നത്.
എക്സ് സ്ക്വയർ ഇപ്പൊ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, 1+4√3 × I. എക്സ് പിന്നെ തന്നിട്ടുമുണ്ട്, -2 -√3 × I. അല്ലാതെ 3 പ്രാവശ്യം അയാളെ ഗുണിച്ചുകൊണ്ടിരിക്കരുത്. എക്സ് സ്ക്വയർ നമ്മുടെ കയ്യിലുണ്ട്, എക്സ് നമ്മുടെ കയ്യിലുണ്ട്, അവരെ തമ്മിൽ മൾട്ടിപ്ലൈ. 1 × -1 -2. 1 × -√3i -√3i. 4√3i × -2 -8√3i. അടുത്ത 4√3 × 4√3. 4√3 × 4√3. 4 × 3 12. 12. പിന്നെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് ഉണ്ട്. പിന്നെ I × I -1. അപ്പൊ ആ മൈനസ് ഈ മൈനസ് കൂടെ പ്ലസ് ആണ്. അപ്പൊ -2 + 12 10. -√3i -8√3i -9√3i. അപ്പൊ നമ്മുടെ x³ റെഡി. ഇനി അടുത്ത നമ്മുടെ കയ്യിലുള്ളത് x⁴. x² × x² ആണ്. x² × x² ആണ്. x² നമ്മുടെ കയ്യിലുണ്ട്, 1+4√3 × I. അയാളെ 2 തവണ ഗുണിച്ചു വെച്ചാൽ മതി. 1+4√3i. അല്ലാതെ എക്സിനെ 4 തവണ ഗുണിച്ചുകൊണ്ടൊന്നും ഇരിക്കരുത്. അപ്പൊ നമ്മൾ എല്ലായിടത്തും 2 തവണ മാത്രമേ ഗുണിച്ചിട്ടുള്ളൂ. അതാണ് നമ്മുടെ നമുക്ക് അത്രയും മതി. അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. 1 × 1 1. 1 × 4√3i 4√3i. 4√3i × 1 4√3i. ഇനിയാണ് 4√3 × 4√3. 4 × 4 16. √3 × √3 3. 16 × 3 48. 16 × 3 48. I × I -1. അപ്പൊ -48. വീണ്ടും പറയുന്നത് 4 × 4 16. √3 × √3 3. 16 × 3 48. I × I -1 -48. 1 -48. 1 -48 -47. 4√3i + 4√3i 8√3i. കഴിഞ്ഞു. അപ്പൊ നമ്മള് ആവശ്യമുള്ള എല്ലാ പവറുകളും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതിയാകും. അപ്പൊ 2 × x⁴. 2 × നമ്മളെ ക്വസ്റ്റ്യൻ ഏതാണ്? 2 × x⁴ + 7 × x³. 7 × x³ ആണല്ലോ, അല്ലേ? സോറി, 5 × x³ ആണ്. 7 × x² ആണ്. 5 × x³ ആണ് +7 × x². -x + 41. -x + 41. അല്ലെ? അതെ, -x + 41. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ഓരോന്നോരോന്നായിട്ട് കൊടുക്കുന്നു. x⁴ -47 + 8√3 × I + 5 × നമ്മുടെ കയ്യിൽ x³ ഉണ്ട്. നമ്മുടെ കയ്യിൽ x³ ഉണ്ട്. അപ്പൊ ഞാൻ x³ കൊടുക്കുന്നു. x³ 10 - 9√3i. 10 - 9√3i + 7 × 7 × x² ഉണ്ട്. x² ഉണ്ട്. 1+4√3i. 1+4√3 × I. അടുത്ത് -x ഉണ്ട്. -x ഉണ്ട്. -2 - -√3 × I. -2 - √3 × I +41. +41. Therefore, this is equal to 2 കൊണ്ട് ഗുണിക്കുന്നു. 2 × -47. 2 × -47 -94. -94. 2 × 8√3 + 16√3i. 5 × 10 50. 5 × -9 5 × -9 -45√3i + 7 × 1 7. 7 × 4 28. ഇവിടെ മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ എല്ലാം പ്ലസ് ആകും. 2 + √3i. ഫൈനലി 41. ഫൈനലി 41. അടുത്ത -94 50 -44. -44 7 -37. -44 7 -37. -37 41. -37 41 4. അടുത്ത 16√3i. 16√3i + 28√3i.
16ഉം 28ഉം 38, 38ഉം 6ഉം 44. 44. 44 √3യും പിന്നെ √3. 45 √3. ഇവിടെ -45 √3. അപ്പൊ എല്ലാം കൂടെ 0 ആവും. അപ്പൊ നമ്മുടെ ഉത്തരം 4. വീണ്ടും പറയുന്നു, -94ഉം 50ഉം -44. -44ഉം 7ഉം -37. -37 41 4. അടുത്ത 16 √3. 16 √3 പ്ലസ് 28 √3. 28 √3. 44 √3 പ്ലസ് വീണ്ടും √3. 45 √3. 45 √3 -45 √3 0. അപ്പോ ഈ ഒരു വലിയ ആളുടെ അല്ലെങ്കിൽ ഈ ഒരു വലിയ എക്സ്പ്രഷന്റെ വാല്യൂ 4ആണ്. നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയൊന്നും കൂടെ ഒന്ന് നോക്കട്ടെ. അത് 94ആണ്. 5 × 10 50ആണ്. 7ആണ്. മൈനസ് പ്ലസ് 2ആണ്. 41ആണ്. നമുക്ക് 2ഉം 41ഉം 7ഉം 2ഉം 41ഉം 7ഉം 50. 91. 91ഉം എനിക്ക് എന്തോ തെറ്റ് പറ്റിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. 90 ഇതിപ്പോ പോസിറ്റീവ് എല്ലാം കൂടെ കൂട്ടാം. രണ്ടെന്തോ കൂട്ടാൻ വിട്ട പോലെ തോന്നുന്നു കേട്ടോ. 50ഉം 7ഉം 57. 57ഉം 2ഉം 59. 59ഉം 41. 59ഉം 41ഉം 100ആണ്. 100 - 94ആണ്. 100 - 94 6ആണ് കേട്ടോ. 6ആണ്. 4 അല്ല 6ആണ് കിട്ടുന്നത് കേട്ടോ. അതായത് ഇവിടെ 6. മറ്റേത് 0 തന്നെ, കുഴപ്പമൊന്നും. 94 -50 -44 ശരിയാണ്. -44ഉം 7ഉം -37 ശരിയാണ്. ഇവിടെ ഞാൻ 2 കൂട്ടാൻ വിട്ടുപോയി കേട്ടോ. -35ആണ്. -35 41. -35ഉം 41ഉം 6ആണ്. ശരിയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ 6. അപ്പൊ നമ്മള് രണ്ട് എന്താണ് കോംപ്ലക്സ് നമ്പറിനെ ഓപ്പറേറ്റ് ചെയ്യാനെല്ലാം പഠിച്ചു. ആഡ്, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ നമ്മൾ കാര്യമായി തന്നെ പഠിച്ചു. അപ്പൊ നമ്മൾ കോൺജുഗേറ്റ് എന്നൊരു വാക്ക് അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ കോൺജുഗേറ്റിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കോൺജുഗേറ്റ് എന്ന ടോപ്പിക്കിലേക്കാണ്. നമ്മുടെ കയ്യിൽ ഒരു കോംപ്ലക്സ് നമ്പർ Z = a+ib ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ കോൺജുഗേറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ പോകുന്നത് Z⁻ എന്നായിരിക്കും. അയാളെ കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയ കാര്യമാണ്. ഇമാജിനറി പാർട്ടിന് ഒരു നെഗറ്റീവ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എന്ത് കിട്ടും? അയാളുടെ കോൺജുഗേറ്റ് കിട്ടും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഇപ്പോ 2 + 3i എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. അതിന്റെ കോൺജുഗേറ്റ് 2 - 3i. 4 - 5i എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. അതിന്റെ കോൺജുഗേറ്റ് 4 + 5i. അതായത് മൈനസ് കൂടെ ചേർന്ന് പ്ലസ് ആയതാണ്. ഇമാജിനറി പാർട്ടിന് വീണ്ടും മൈനസ് കൊടുത്ത് മൈനസ് കൂടെ ചേർന്ന് പ്ലസ് ആയി. നമ്മളത് കണ്ടിരുന്നു. അടുത്ത് നമ്മൾ 3 എന്നൊരു നമ്പർ എടുത്തു. അതിന്റെ കോൺജുഗേറ്റ് ശ്രദ്ധിക്കുക. 3 എന്ന് പറയുമ്പോൾ 3 + 0i ആണ്. അതിന്റെ കോൺജുഗേറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അതായത് 3 - 0i ആണ്. പക്ഷെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയതുകൊണ്ട് ഇത് വെറും 3 ആണ്. അതായത് ഇമാജിനറി പാർട്ട് ഇല്ലാത്തൊരു നമ്പറിനെ നിങ്ങൾ കോൺജുഗേറ്റ് എടുത്താൽ അയാളെ തന്നെ തിരിച്ചു കിട്ടത്തേ ഉള്ളൂ. അല്ലാതെ മറ്റു വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇനി നമുക്ക് കോൺജുഗേറ്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രോപ്പർട്ടിയാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. നിങ്ങൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ 2 തവണ കോൺജുഗേറ്റ് എടുത്താൽ, അതായത് Z കോൺജുഗേറ്റ് ദ ഹോൾ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ Z തന്നെ ആയിരിക്കും. ഇനി ഒരു കോംപ്ലക്സ് നമ്പറിനെ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ കോൺജുഗേറ്റ് എടുക്കുന്നതും രണ്ടുപേരുടെയും കോൺജുഗേറ്റ് പ്രത്യേകം എടുത്ത് ആഡ് ചെയ്യുന്നതും സെയിം ആണ്. അതുപോലെ തന്നെ സബ്സ്ട്രാക്ട് ചെയ്യും.
രണ്ട് കോംപ്ലക്സ് നമ്പർ സബ്സ്ട്രാക്ട് ചെയ്തതിനു ശേഷം കോൺജുഗേറ്റ് എടുക്കുന്നതും പ്രത്യേകം പ്രത്യേകം കോൺജുഗേറ്റ് എടുത്ത് സബ്സ്ട്രാക്ട് ചെയ്യുന്നതും ഒന്ന് തന്നെ. ഇനി അടുത്ത രണ്ട് കോംപ്ലക്സ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം കോൺജുഗേറ്റ് എടുക്കുന്നതും ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം ആണ്. അടുത്ത നാലാമത്തെ പ്രോപ്പർട്ടി, രണ്ട് കോംപ്ലക്സ് നമ്പറിനെ ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിന്റെ കോൺജുഗേറ്റ് എടുക്കുന്നതും ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം കോൺജുഗേറ്റ് എടുത്തതിന് ശേഷം ഡിവൈഡ് ചെയ്യുന്നതും സെയിം ആണ്. അതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ കണ്ടത്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടികളാണ് നമ്മൾ ഇവിടെ കണ്ടത്. പ്രൊസീഡിങ് കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. അഞ്ചാമത്തെ പ്രോപ്പർട്ടി, ഇസഡ് പ്ലസ് ഇസഡ് കോൺജുഗേറ്റ്. ഇസഡ് പ്ലസ് ഇസഡ് കോൺജുഗേറ്റ്, ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കൂടെ അതിന്റെ കോൺജുഗേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതിന്റെ റിയൽ പാർട്ടിന്റെ ഇരട്ടിയാണ്. അതേസമയം ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കൂടെ അതിന്റെ കോൺജുഗേറ്റിനെ സബ്സ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതിന്റെ ഇമാജിനറി പാർട്ടിനെ 2 × i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത രീതിയിലായിരിക്കും. അത് വലിയ കാര്യമൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചാല് നമുക്കിവിടെ സൈഡിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. a+bi കോംപ്ലക്സ് നമ്പർ എഴുതി, അതിന്റെ കോൺജുഗേറ്റ് a-bi നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ -b യും +a യും പോയിട്ട് 2a ആവുമല്ലോ. 2a ആണല്ലോ അതിന്റെ റിയൽ പാർട്ട്. അടുത്ത a+bi എടുത്തു, എന്നിട്ട് അതിൽ നിന്ന് അയാളുടെ റിയൽ പാർട്ട് സബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോ a+bi -a+bi അല്ലേ? -aയും -aയും പോയിട്ട് 2bi കിട്ടും. അതെ, 2i × ഇമാജിനറി പാർട്ടാണ് b. വലിയ പ്രോപ്പർട്ടി ഒന്നുമല്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ്, ആറാമത്തെ പ്രോപ്പർട്ടി, ഒരു കോംപ്ലക്സ് നമ്പർ അയാളുടെ കോൺജുഗേറ്റിന് ഈക്വൽ ആകണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇസഡ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കണം. അതായത് അതിന് ഇമാജിനറി പാർട്ട് കാണരുത്, ഐ ഉള്ള ഭാഗം കാണരുത്. എങ്കിൽ മാത്രമേ ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും സെയിം ആകത്തുള്ളൂ. ഇനി ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റിന്റെ നെഗറ്റീവും സെയിം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇസഡ് ഇസ് പ്യുവർ ഇമാജിനറി. അതായത് അതിന് റിയൽ പാർട്ട് ഇല്ല എന്നർത്ഥം. കഴിഞ്ഞു. ഇതൊക്കെയാണ് കോൺജുഗേറ്റിന്റെ പ്രോപ്പർട്ടി. കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, സിമ്പിളായി നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിന് ശ്രദ്ധിക്കാനുള്ള പ്രോപ്പർട്ടി. ഇതില് സത്യം പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇന്റൻസ് ആയിട്ടുള്ള പ്രോബ്ലങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടി വരുന്ന ആ അഡിഷന്റെയും സബ്സ്ട്രാക്ഷന്റെയും മൾട്ടിപ്ലിക്കേഷന്റെയും ഡിവിഷന്റെയും പ്രോപ്പർട്ടികളൊന്നും ശ്രദ്ധിച്ചാൽ മതിയാണ്. അതോടുകൂടി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ, വലിയ കാര്യമൊന്നും. ശരി, അപ്പൊ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നു. നമ്മൾ അടുത്ത പ്രോപ്പർട്ടി നോക്കുന്നു. അടുത്ത പ്രോപ്പർട്ടിയിലെ അടുത്ത കൺസെപ്റ്റ് ആണ് മോഡുലസ്. കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്, അയാൾ a+ib ആണെന്ന് വിചാരിക്കുക. അയാളുടെ മോഡുലസിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ ഇയാളുടെ മോഡുലസിനെ കണ്ടുപിടിക്കാം? അതിന്റെ റിയൽ പാർട്ട് a, അയാളുടെ സ്ക്വയർ എടുക്കുക. അയാളുടെ കൂടെ അയാളുടെ ഇമാജിനറി പാർട്ട് b, അതിന്റെ സ്ക്വയർ ആഡ് ചെയ്യുക. എന്നിട്ട് റൂട്ട് എടുക്കുക. ഇതാണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ്. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഒറിജിനൽ നിന്നുള്ള ലെങ്ത് ആണെന്നും നമ്മൾ പറയാറുണ്ട്, അകലമാണെന്നും പറയാറുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ഒന്നും ബോധർ ചെയ്യേണ്ട. നമ്മുടെ കോംപ്ലക്സ് നമ്പർ a+ib ആണെങ്കിൽ അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സ്ക്വയർ എടുക്കുക, ആഡ് ചെയ്യുക, റൂട്ട് എടുക്കുക. ഇങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് കാണുന്നത്.
നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. മോഡുലസ് ഓഫ് 2 + 3i which is equal to root of 2 square plus 3 square. That is equal to root of 4 plus 9. That is equal to root of 13. ഇനി മോഡുലസ് റൂട്ട് ഓഫ് 4 minus 3i. This is equal to root of 4 square plus ഇവിടെ -3യുടെ സ്ക്വയർ ആണ്. അതിന്റെ ഇമാജിനറി പാർട്ട് 3 അല്ല -3 ആണ്. -3 the whole square. This is equal to root of 4 square 16 plus 3 -3 square 9. That is equal to root of 25. 25ന്റെ റൂട്ട് 5. കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മളൊരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് കണ്ടുപിടിക്കുന്നത്. ഇനി മോഡുലസിന് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി, നിങ്ങളൊരു കോംപ്ലക്സ് നമ്പറിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മോഡുലസ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസും ആ കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസും ഇസഡിന്റെ മോഡുലസും പ്രത്യേകം കണ്ടുപിടിച്ച് ഗുണിച്ചാൽ മതിയാവും. രണ്ടാമത്തത്, ഒരു കോംപ്ലക്സ് നമ്പറിനെ അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അയാളുടെ മോഡുലസിന്റെ സ്ക്വയർ ആണ്. നിങ്ങൾ ഡിവിഷൻ ചെയ്തപ്പോ ഒരു കോംപ്ലക്സ് നമ്പറിനെ അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരുന്നു. അപ്പൊ റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ കിട്ടിയായിരുന്നു റൂട്ട് എഴുതാതെ. അതിതാണ് ഒരു കോംപ്ലക്സ് നമ്പറിനെ അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അയാളുടെ മോഡുലസിന്റെ സ്ക്വയർ ആണ്. കഴിഞ്ഞു. ഇനി ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് 0 ആണെങ്കിൽ ഉറപ്പായിട്ടും ആ കോംപ്ലക്സ് നമ്പർ തന്നെ 0 ആയിരിക്കും. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് 0 ആണെങ്കിൽ നോക്കണ്ട, ആ കോംപ്ലക്സ് നമ്പർ തന്നെ 0 ആയിരിക്കും. കഴിഞ്ഞു. ഇനി ഒരു നാലാമത്തെ പ്രോപ്പർട്ടി, രണ്ട് കോംപ്ലക്സ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം കോൺജുഗേറ്റ് എടുക്കുന്നതും രണ്ടുപേരുടെ കോൺജുഗേറ്റ് പ്രത്യേകം കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം ആണ്. അതുപോലെ തന്നെ രണ്ട് കോംപ്ലക്സ് നമ്പർ ഡിവൈഡ് ചെയ്തതിന് ശേഷം കോൺജുഗേറ്റ് എടുക്കുന്നതും ഓരോരുത്തരുടെ കോൺജുഗേറ്റ് പ്രത്യേകം കണ്ടുപിടിച്ച് ഡിവൈഡ് ചെയ്യുന്നതും സെയിം തന്നെ. കഴിഞ്ഞു. ഇത്രയും പ്രോപ്പർട്ടി മതി. ബാക്കിയെല്ലാം അധികമാണ്, ബാക്കിയെല്ലാം കുറച്ച് കൂടുതലാണ്. അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഡൺ. അപ്പോ നമ്മൾ അടുത്ത പ്രോബ്ലം, ചില ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഇവിടെ താഴെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞ രണ്ട് പ്രോബ്ലമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ 2 പ്രോബ്ലം ചെയ്ത് നോക്കാം. If a plus ib not equal to 0, a plus ib 0 അല്ല എന്ന് ഉറപ്പുണ്ട്. ഷോ ദാറ്റ് തെളിയിക്കാനുള്ളതാണ്. ഷോ ദാറ്റ് a minus ib divided by a plus ib the whole modulus equal to 1. a minus ib plus a plus ib the whole modulus എന്ന് പറയുന്നത് 1 ആണെന്ന് തെളിയിക്കണം. ഞാൻ ഒരു പ്രോപ്പർട്ടി എഴുതാൻ വിട്ടുപോയി. അല്ലെങ്കിൽ വേണ്ട, പ്രോപ്പർട്ടി എഴുതണ്ട, നമുക്ക് നോക്കാം. ശരി, അപ്പൊ നമുക്ക് മോഡുലസ് ഓഫ് a മൈനസ് ഐ ബി ഡിവൈഡഡ് ബൈ a പ്ലസ് ib ആണ് 1 എന്ന് തെളിയിക്കാനുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, രണ്ട് നമ്പറിനെ ഡിവൈഡ് ചെയ്ത് കോൺജുഗേറ്റ് എടുക്കുന്നതും പ്രത്യേകം കോൺജുഗേറ്റ് എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുന്നത് സെയിം ആണ്. പ്രത്യേകം കോൺജുഗേറ്റ് എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുന്നത് സെയിം ആണ്.
ഈ പുള്ളിക്കാരന്റെ കോഞ്ചുഗേറ്റ് നമുക്കറിയാം റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് മൈനസ് ബി ആണ്. മൈനസ് ബിയുടെ സ്ക്വയർ ബി സ്ക്വയർ തന്നെ. താഴെ ഈ പുള്ളിക്കാരനുണ്ട്, അയാളുടെ റിയൽ പാർട്ട് എ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് ബി സ്ക്വയർ. മുകളിലും താഴെ സെയിം ആളാണ്, വെട്ടിപ്പോവും, 1 കിട്ടും, തെളിയിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, ഭയങ്കര എളുപ്പമുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരി, അപ്പൊ അവിടെ പ്രത്യേകിച്ച് തെളിയിക്കാനൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് തെളിയിച്ചു. നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇഫ് എ മൈനസ് ഐ ബി ഇൻറ്റു എക്സ് പ്ലസ് ഐ if a minus ib into x plus iy, if a minus ib into x plus iy, a minus ib into x plus iy equal to a square plus b square into I, a square plus b square into I ഇതാണെന്ന് വിചാരിക്കുക. Then show that x equal to b and y equal to a. Then show that x equal to a and y equal to b. Then show that x equal to a, അങ്ങോട്ട് തിരിഞ്ഞു പോയി കേട്ടോ. x equal to b and y equal to a. അങ്ങോട്ട് തിരിഞ്ഞു പോയി, സോറി. x equal to b and y equal to a. ഇതാണ് തെളിയിക്കാനുള്ളത്. അപ്പൊ നമ്മള് എന്ത് ചെയ്യാൻ പോവാണ്, ആ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ പോകുന്നു. തന്നിട്ടുള്ള കാര്യം തന്നെ എക്സ്പാൻഡ് ചെയ്യാം, വേറെ പ്രശ്നമൊന്നുമില്ല. a minus ib into x plus iy ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ് തന്നിട്ടുള്ളത്. അവിടെ ഇരിക്കട്ടെ. ഇവിടെ ഈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എ പ്ലസ് ഐ ബി അല്ലെങ്കിൽ എ മൈനസ് ഐ ബി ആണ്. എ മൈനസ് ഐ ബി ആണ് നിങ്ങൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. അയാളുടെ സ്ക്വയർ റൂട്ട് ഇല്ലാത്തതുകൊണ്ട് സ്ക്വയർ എന്നാണ് ഞാൻ എഴുതിയത്. സംഭവം ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസിന്റെ സ്ക്വയർ കിട്ടാൻ അയാളുടെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എ മൈനസ് ഐ ബിയുടെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഐ ബി ആണ്. അപ്പോൾ അയാളുടെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മോഡുലസിന്റെ സ്ക്വയർ കിട്ടുമെന്നാണ് വകുപ്പ്. നമ്മളിവിടെ നോക്കുമ്പോൾ എ മൈനസ് ഐ ബി രണ്ട് സൈഡും കോമൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് സൈഡിൽ നിന്ന് അവരെ വെട്ടിക്കളയുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് എക്സ് പ്ലസ് ഐ വൈ ഈസ് ഈക്വൽ ടു എന്താണ്, എ പ്ലസ് ഐ ബി ഇൻറ്റു ഐ എന്നാണ്. ഈ ഐനെ ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ ഇൻറ്റു എ പിന്നെ ഐ ഇൻറ്റു ഐ -1 ആണ്. അപ്പൊ മൈനസ് ബി. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയിൽ എഴുതുമ്പോൾ മൈനസ് ബി പ്ലസ് ഐ ഇൻറ്റു എ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ആൻഡ് വൈ ഇസ് ഈക്വൽ ടു എ. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി, വൈ ഈക്വൽ ടു എ. റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബിയും വൈ ഇസ് ഈക്വൽ ടു എയും ആണ്. കഴിഞ്ഞു. അതായത് ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് എന്തോ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാനിവിടെ ചെറിയൊരു മാറ്റം വരുത്തുമ്പോൾ ക്വസ്റ്റ്യൻ ശരിയാവും. എക്സ് ഈക്വൽ ടു മൈനസ് ബി എന്ന് തെളിയിച്ചാൽ മതി എന്ന് എടുത്താൽ മതി, അപ്പൊ കുഴപ്പമില്ലാതെ കേട്ടോ. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അതായത് ക്വസ്റ്റ്യനിൽ ഇവിടെ എ പ്ലസ് ഐ ബി ആണ് ഇടാണ്ടിരുന്നത്, അവർ എ മൈനസ് എ ബി എന്നാണ് ഇട്ടേക്കുന്നത്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു തിരുത്തി വരുത്തി. അവിടെ തിരുത്തി വരുത്തി ഇവിടെ മൊത്തം ഞാൻ തിരുത്തേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ഒരു തിരുത്തി വരുത്തി. അപ്പൊ കറക്റ്റ് കഴിഞ്ഞു.
കഴിഞ്ഞു. നമ്മൾ ആ ഒരു സെറ്റ് ഓഫ് പ്രോബ്ലവും നമുക്ക് ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് കോംപ്ലക്സ് നമ്പറിന്റെ റെപ്രസെന്റേഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോംപ്ലക്സ് നമ്പറിന്റെ റെപ്രസെന്റേഷൻ. കോംപ്ലക്സ് നമ്പറിന് രണ്ട് റെപ്രസെന്റേഷൻ ഉണ്ട്. സാധാരണ റെക്ടാങ്കുലർ റെപ്രസെന്റേഷനും പിന്നെ നമ്മൾ ഇതുവരെ കാണാത്ത പോളാർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഒരാളും കൂടെയാണ് കോംപ്ലക്സ് നമ്പറിനുള്ളത്. രണ്ടും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കേണ്ട കാര്യങ്ങളാണ്. സംഭവം നമുക്കിപ്പോ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ റെക്ടാങ്കുലർ റെപ്രസെന്റേഷൻ എന്താണെന്ന് നോക്കാം. അത് വലിയ കാര്യമുള്ള കാര്യമല്ല. റെപ്രസെന്റേഷൻ, കോംപ്ലക്സ് നമ്പറിന്റെ റെപ്രസെന്റേഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിനെ ഞാൻ x+iy എന്ന് എടുക്കുകയാണ്. അതിനെ നമുക്ക് കോംപ്ലക്സ് പ്ലെയിനിൽ ഡിനോട്ട് ചെയ്യാം. കോംപ്ലക്സ് പ്ലെയിനിൽ ഡിനോട്ട് ചെയ്യാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇവിടെ എക്സ് ആക്സിസിലേക്ക് എക്സ് ഡിസ്റ്റൻസ് എടുക്കുക, വൈ ആക്സിസിലേക്ക് മുകളിലേക്ക് വൈ ഡിസ്റ്റൻസ് എടുക്കുക. എന്നിട്ട് അവർ രണ്ടുപേരും ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കുക. അവർ രണ്ടുപേരും ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കുക. ഇതാണ് നിങ്ങളുടെ x+iy എന്ന കോംപ്ലക്സ് നമ്പർ. ഇതാണ് x+iy എന്ന കോംപ്ലക്സ് നമ്പർ. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളോട് പറയുകയാണ് z ഈക്വൽ ടു 2+3i മാർക്ക് ചെയ്യാം. 2+3i മാർക്ക് ചെയ്യാം. നിങ്ങൾ പ്ലെയിൻ എടുക്കുന്നു. എക്സ് ആക്സിസിലേക്ക് 2 ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു, വൈ ആക്സിസിലേക്ക് 3 ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. 2ഉം 3ഉം. അപ്പൊ ഇവർ രണ്ടുപേരും ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആണ് 2+3i. ഈ ഒരു പോയിന്റ് ആണ് 2+3i. കഴിഞ്ഞു. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. കോംപ്ലക്സ് നമ്പറിൽ ഈ കാര്യത്തിൽ വലിയ സംഭവമൊന്നുമല്ല. നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇനി നമ്മുടെ കയ്യിലുള്ളത് കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ റെപ്രസെന്റേഷൻ ആണ്. പോളാർ റെപ്രസെന്റേഷൻ ശ്രദ്ധിക്കുക. പോളാർ റെപ്രസെന്റേഷൻ വരുമ്പോൾ നമുക്ക് രണ്ട് പേരാണുള്ളത്, ആറും തീറ്റയും. എന്താണ് ആറ് നമുക്ക് നോക്കാം. എന്താണ് ആറ്? ഇതിവിടെ ഇരിക്കുന്ന കോംപ്ലക്സ് നമ്പർ ആണെന്ന് വിചാരിക്കുക, Z. അയാളും ഒറിജിനും തമ്മിലുള്ള നീളം, ഒറിജിനും തമ്മിലുള്ള നീളമാണ് ആറ് നമ്മൾ എടുക്കുന്നത്. അതേസമയം അയാൾ എക്സ് ആക്സസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. അയാൾ പോസിറ്റീവ് എക്സ് ആക്സസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ഇത് രണ്ടും ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കോംപ്ലക്സ് നമ്പറിനെ ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടത്തെ ഇയാളുടെ പോളാർ റെപ്രസെന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോളാർ റെപ്രസെന്റേഷൻ Z ഈക്വൽ ടു R ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ. R ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ. ഇ റൈസ് ടു ഐ തീറ്റയ്ക്ക് വേറൊരു ടൈപ്പ് റെപ്രസെന്റേഷനും കൂടെ ഉണ്ട്. ഇ റൈസ് ടു ഐ തീറ്റ ഈസ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇതാണ് റെപ്രസെന്റേഷൻ. അപ്പൊ നമ്മുടെ പോളാർ റെപ്രസെന്റേഷൻ ഇതുവരെ നമ്മൾ സാധാരണ റെപ്രസെന്റേഷൻ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. പോളാർ റെപ്രസെന്റേഷൻ ആണ് നമുക്ക് മെയിൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു Z ഇസ് ഈക്വൽ ടു R ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ. R എന്താണ്? ഒറിജിനിൽ നിന്ന് കോംപ്ലക്സ് നമ്പറിലേക്കുള്ള ദൂരം. തീറ്റ എന്താണ്? ആ കോംപ്ലക്സ് നമ്പർ, ഈ ഒരു ലൈന് എന്താണ്? എക്സ് ആക്സസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. R ഇ റൈസ് ടു ഐ തീറ്റ ഓർ R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ശ്രദ്ധിക്കേണ്ട ഫോർമുലകളിൽ ഒന്നാണിത്. അടുത്ത ഫോർമുല, അതായത് നമ്മുടെ കോംപ്ലക്സ് നമ്പർ x+iy, അതിൽ എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റയും y ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റയുമാണ്. അതേസമയം R ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x² പ്ലസ് y², റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ അഥവാ മോഡുലസും. തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് y/x ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ സെറ്റ് ഓഫ് ഫോർമുലാസ് ആണ് നമ്മളിവിടെ കണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയ സെറ്റ് ഓഫ് ഫോർമുലാസ് ആണ്. അതായത് ഇവിടെ ഇയാളെ കൊണ്ടുള്ള ഉപയോഗം എന്താണ്? നമുക്ക് ഒരു റെക്ടാങ്കുലർ ഫോമിൽ തന്നിട്ടുണ്ട്, അയാളെ പോളാർ ഫോമിലോട്ട് മാറ്റണം. പോളാർ ഫോമിൽ തന്നിട്ടുണ്ട്, അയാളെ റെക്ടാങ്കുലർ ഫോമിലേക്ക് മാറ്റണം.
ഇത്രയുമാണ് നമ്മുടെ ഇവിടത്തെ എന്താണ് ഫോർമുലകൾ. ഇവിടെ ഇത്രയും ഈ ഒരു സെക്ഷനിലെ മെയിൻ ഫോർമുലാസ് ആണ് നമ്മൾ ഈ കണ്ടു തീർത്തത്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഫോർമുലകളാണ്, അത് നോക്കിയേക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയ സെറ്റ് ഓഫ് ഫോർമുലാസ് ആണ്, അവരെ കൃത്യമായി നോക്കിയേക്കുക. ശരി, അപ്പോ ആ ഇത് വന്നതിനെ പറ്റി, ഇതെങ്ങനെയൊക്കെയാണ് വന്നതും ഇതെങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതെന്നൊക്കെ ഉള്ള ലെക്ചേഴ്സ് നിങ്ങൾക്ക് അതിൽ കാണാം. പക്ഷെ അതൊന്നും വലിയ കാര്യമില്ല. അതൊന്നും ലെക്ചേഴ്സ് ഒന്നും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പാർട്ട് അവോയ്ഡ് ചെയ്തത്. നെക്സ്റ്റ് ഇതിന്റെ കൂടെയുള്ള ഒരു ഫോർമുല ഡി മോവിയസ് ഫോർമുല. ഡി മോവിയസ് ഫോർമുല അല്ലെങ്കിൽ ഡി മോവിയസ് ഫോർമുല മതി. എന്താണ് ഡി മോവിയസ് ഫോർമുല? വളരെയധികം ശ്രദ്ധിക്കുക. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ദ ഹോൾ റേസ് ടു എൻ. നമ്മൾ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയെ ഹോൾ പവർ എൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ എന്ന് മാറും. കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ എന്ന് മാറും. അതായത് ഈ പവർ എന്ന് പറയുന്നത് തീറ്റയുടെ കോഎഫിഷ്യന്റ് ആയി മാറും. അല്ലാതെ പവർ എടുത്തുകൊണ്ട് നമ്മൾ ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 2നെ എടുത്ത് ഇവരുടെ രണ്ടുപേരുടെയും തീറ്റയുടെ ഫ്രണ്ടിൽ കൊടുത്താൽ മാത്രം. വളരെ ഫേമസ് ആയ ഡി മോവിയസ് ഫോർമുലയാണ് നിങ്ങൾ ഈ കണ്ടത്. ഇവിടെ ഇവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇ റൈസ് ടു ഐ തീറ്റയാണ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇ റൈസ് ടു ഐ തീറ്റയാണ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്ന കാര്യമാണ്. വലിയ സംഭവമല്ലത് താൻ. ഡൺ. ശരി, അപ്പൊ നമുക്ക് നേരെ ഇയാളുടെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇയാളുമായി ബന്ധപ്പെട്ട പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇവിടെ പ്രോബ്ലംസ് തീരെ ഇല്ല, കുറവാണ്. പക്ഷെ എങ്കിലും നമുക്ക് ഉള്ളതിൽ ഏറ്റവും നല്ല പ്രോബ്ലംസ് നോക്കി ചെയ്യാം. യൂസ് ഡി മോവിയസ് ഫോർമുല to find root 3 plus I the whole cube. Root 3 plus I the whole cube. Root 3 plus I the whole cube. ഇയാളെ കണ്ടുപിടിക്കാൻ. സംഗതി ഇയാളെ കണ്ടുപിടിക്കാൻ ഡി മോവിയസ് ഫോർമുലയുടെ ആവശ്യമൊന്നും ഇല്ല. പക്ഷെ ഞാനിത് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇത് കോംപ്ലക്സ് ഫോർമാറ്റിൽ നിന്ന് സാധാ ഫോർമാറ്റിൽ നിന്ന് പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടിയാണ്. ഓക്കെ, ശരി. അപ്പൊ റൂട്ട് 3 മൈനസ് ഐ, നമ്മുടെ കോംപ്ലക്സ് നമ്പർ റൂട്ട് 3 മൈനസ് പ്ലസ് ഐ. ഇതിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് റൂട്ട് 3യും അതിന്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് 1ഉമാണ്. കാരണം 1 ഇൻറ്റു ഐ ആണല്ലോ, അതുകൊണ്ട് 1ഉമാണ്. നമുക്കിതിനെ പോളാർ ഫോമിലേക്ക് മാറ്റണം. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. അതായത് റൂട്ട് 3 സ്ക്വയർ 3, 1 സ്ക്വയർ 1. Therefore root 4 that is equal to 2. R വാല്യൂ 2 ആണ്. ഇനി തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 ബൈ റൂട്ട് 3. 1 ബൈ റൂട്ട് 3. എപ്പോഴാണ് ടാൻ 1 ബൈ റൂട്ട് 3 ആകുന്നത്? ടാൻ എപ്പോഴാണ് 1 ബൈ റൂട്ട് 3 ആകുന്നത്? 30 ഡിഗ്രിയിലാണ് ടാൻ 1 ബൈ റൂട്ട് 3 ആകുന്നത്. Therefore തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പൊ നമ്മുടെ ആർ വാല്യൂ തീറ്റ വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ പോളാർ ഫോം, പുള്ളിയുടെ പോളാർ ഫോം റൂട്ട് 3 പ്ലസ് ഐ ഇസ് ഈക്വൽ ടു പോളാർ ഫോം ആർ ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റയാണ്. ആർ ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റയാണ്. ആർ വാല്യൂ 2, ഇ റൈസ് ടു ഐ തീറ്റ വാല്യൂ 30 ഡിഗ്രി. തീറ്റ വാല്യൂ 30 ഡിഗ്രി.
നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? √3 + i ദ ഹോൾ ക്യൂബ്. √3 + i ദ ഹോൾ ക്യൂബ്. അപ്പോ പോളാർ ഫോമിലാണെങ്കിൽ 2⁻i × 30° ദ ഹോൾ ക്യൂബ്. അതായത് ഇവിടെ 2³ e⁻i30 ദ ഹോൾ 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 2³ 8 ആണ്. e⁻i ഇൻറ്റു പവർ തമ്മിൽ മൾട്ടിപ്ലൈ ആവും 3 × 30. 3 × 30. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 e⁻i90. i90. e⁻i θ എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. cos 90 + i sin 90. cos 90 + i sin 90. cos 90 0 ആണ്, sin 90 1 ആണ്. therefore 8 × i. 0 + i × 1. i that is equal to 8i. അതായത് ഈ പുള്ളിക്കാരന്റെ ക്യൂബ് 8i ആണ്. പുള്ളിക്കാരന്റെ ക്യൂബ് 8i ആണ്. പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിച്ചു. മറ്റേതാണെങ്കിൽ നിങ്ങൾക്കറിയാം എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞു. അപ്പോൾ നമുക്കവിടെ പ്രത്യേകിച്ച് അവിടെ ചെയ്യാനൊന്നുമില്ല. കഴിഞ്ഞു. സിമ്പിൾ പ്രോബ്ലം അത് മാത്രമേ അവിടെ ഉള്ളൂ. അല്ലാതെ കാര്യമായി മറ്റൊന്നില്ല അവിടെ ഫോർമുല. കാര്യമായിട്ട് മറ്റൊന്നുമില്ല. കഴിഞ്ഞു. പ്രോബ്ലംസും അധികം കാണാനില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. വളരെ സിമ്പിൾ ആണ്. അതായത് 1⁻1/3. നിങ്ങൾക്കറിയാലോ വണ്ണിന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 1 ആണെന്നറിയാം. പക്ഷേ 1ന്റെ സ്ക്വയർ റൂട്ട് 1 - 1 ആണ്. 1ന്റെ സ്ക്വയർ റൂട്ട് 1⁻1/2 എന്ന് പറഞ്ഞാൽ രണ്ട് ഉത്തരവുണ്ട്. 1 - 1. അതായത് ആരുടെയൊക്കെ സ്ക്വയർ എടുത്താൽ 1 കിട്ടും. 1 - 1. അപ്പൊ ആരുടെയൊക്കെ ക്യൂബ് എടുത്താൽ 1 കിട്ടും. അത് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു ഉത്തരമേ ഉള്ളൂ. ഇവിടെ ഉള്ളൂ. പക്ഷെ ഞാൻ പറയട്ടെ, ഇവിടെ 3 ഉത്തരമുണ്ട്. കോംപ്ലക്സ് നമ്പറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അവിടെ 3 ഉത്തരമുണ്ട്. ആരുടെയൊക്കെ ക്യൂബ് എടുത്താൽ 1 കിട്ടും. ഓഫ് കോഴ്സ് 1ന്റെ ക്യൂബ് എടുത്താൽ 1 കിട്ടും. ഇനി ക്യൂബ് എടുത്താൽ 1 കിട്ടുന്ന അടുത്ത നമ്പർ -1 പ്ലസ് √3 × i ഡിവൈഡഡ് ബൈ 2. ഇയാളുടെ ക്യൂബ് എടുത്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1 തന്നെയാണ്. വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. ആൻഡ് ഫൈനലി -1 -√3i the whole by 2. -1 -√3i the whole divided by 2. ഇയാളുടെ ക്യൂബ് എടുത്താലും നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? 1 ആണ് കിട്ടാൻ പോകുന്നത്. ഈ 3 പേരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. ഞാൻ പറയട്ടെ, 1ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 2 ഉത്തരം വരും. 1ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 3 ഉത്തരം വരും. 1ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 3 ഉത്തരമാണ് വരുന്നത്. ഓക്കെ, അത് പക്ഷെ റിയൽ കണ്ടീഷനിൽ നടക്കില്ല. പക്ഷെ ഇമാജിനറി കണ്ടീഷനിലാണ് ഇവരൊക്കെ നടക്കുന്നത്. കഴിഞ്ഞു. ഇവരെ റെസ്പെക്റ്റീവ്ലി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഇയാൾക്ക് പ്രത്യേകിച്ച് ഡിനോഷൻ ഒന്നുമില്ല, 1 തന്നെ. ഇയാളെ ഒമേഗ എന്നും ഇയാളെ ഒമേഗ സ്ക്വയർ എന്നും നമ്മൾ ഡിനോട്ട് ചെയ്യും. അല്ലാതെ ഇത്രയും നെടുനീളത്തിൽ നമ്മൾ എഴുതിയൊന്നും വെക്കില്ല. ഒമേഗയും ഒമേഗ സ്ക്വയറുമാണ് നമ്മുടെ ആൾക്കാരായി വരുന്നത്. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആയി വരുന്നത് ഇവരൊക്കെയാണ്. ഇവർക്ക് 3 പേർക്കും പ്രോപ്പർട്ടികളുണ്ട്. എന്താണ് അവരുടെ പ്രോപ്പർട്ടി എന്ന് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി, 1 + ω + ω²
1 പ്ലസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇസ് ഈക്വൽ ടു 0. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഒമേഗ ക്യൂബ് എന്ന് പറയുന്നത് 1 ആണ്. ഒമേഗ ക്യൂബ് എന്ന് പറയുന്നത് 1 ആണ്. അതായത് ഇയാളെ ക്യൂബ് എടുത്താൽ നിങ്ങൾക്ക് 1 തന്നെ കിട്ടും. അടുത്ത നമ്മുടെ മൂന്നാമത്തെ പ്രോപ്പർട്ടി, മൂന്നാമത്തെയും അവസാനത്തെയും പ്രോപ്പർട്ടി 1 ബൈ ഒമേഗ എന്ന് പറഞ്ഞാൽ ഒമേഗ സ്ക്വയർ ആണ്. 1 ബൈ ഒമേഗ എന്ന് പറഞ്ഞാൽ ഒമേഗ സ്ക്വയർ ആണ്. ആൻഡ് 1 ബൈ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്. 1 ബൈ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്. ഇതാണ് നമ്മുടെ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയുടെ പ്രോപ്പർട്ടികൾ. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയുടെ പ്രോപ്പർട്ടികൾ ഇവരൊക്കെയാണ്. നമുക്കപ്പോൾ ഇവരെ വെച്ചൊരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചു. ഈ ഒരു ചാപ്റ്റർ പ്രോബ്ലം കൂടെ ചെയ്യുമ്പോഴേക്കും അവസാനിക്കും. ശരി, അപ്പോ നമുക്ക് നോക്കാം. ഷോ ദാറ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 പ്ലസ് ഒമേഗ the whole square 1 plus omega the whole square 1 plus omega the whole cube 1 plus omega the whole square 1 plus omega the whole cube plus omega square equal to 0. ഇതാണ് തെളിയിക്കാനുള്ളത്. അപ്പൊ നമ്മൾ തെളിയിക്കാൻ പോകുന്നു. നോക്കാം. 1 പ്ലസ് ഒമേഗ ദ ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു ഒമേഗ 2 ഇൻറ്റു 1 ഇൻറ്റു ഒമേഗ 2 ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ 2 ഇൻറ്റു 1 ഇൻറ്റു ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു ബി പ്ലസ് 3 into a into b square 3 into a into b square plus omega cube plus omega square. ഇത് 0 എന്നാണ് തെളിയിക്കാനുള്ളത്. തെളിയിക്കാൻ പോകുന്നു. അപ്പൊ ഞാൻ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 1 പ്ലസ് 2 ഒമേഗ 1 പ്ലസ് 2 ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ -1 -3 ഒമേഗ -3 ഒമേഗ സ്ക്വയർ ഒമേഗ ക്യൂബ് 1 ആണ് നമ്മൾ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ -1 പ്ലസ് ഒമേഗ സ്ക്വയർ 1ഉം -1ഉം ക്യാൻസൽ ആയി പോകും. 2 ഒമേഗ -3 ഒമേഗ മൈനസ് ഒമേഗ 2 ഒമേഗ -3 ഒമേഗ മൈനസ് ഒമേഗ അടുത്ത ഒമേഗ സ്ക്വയർ -3 ഒമേഗ ഒമേഗ സ്ക്വയർ -3 ഒമേഗ എന്ന് പറയുന്നത് -2 ഒമേഗയാണ്. -2 ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ -2 ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ 2 ഒമേഗ -3 ഒമേഗ മൈനസ് ഒമേഗ ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ 2 ഒമേഗ സ്ക്വയർ 2 ഒമേഗ സ്ക്വയർ -3 ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ. കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടിയത് ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ ആണ്. ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ ആണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞു. ഡൺ. അപ്പോ നമുക്കറിയാവുന്ന ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാല് 1 പ്ലസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ നമുക്കറിയാവുന്ന പ്രോപ്പർട്ടി മുകളിലുണ്ട്. 1 പ്ലസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ 0 ആണ്. 1 പ്ലസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ 0 ആണ്. അപ്പോ 1 ഈക്വൽ ടു മൈനസ് ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ ആണ്. 1 ഈക്വൽ ടു മൈനസ് ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ ആണ്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഈ പുള്ളിക്കാരൻ 1 ആണ്. അപ്പൊ ഇതില് ക്വസ്റ്റ്യനിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ക്വസ്റ്റ്യനിൽ എന്തോ കാര്യമായ മിസ്റ്റേക്ക് ഉണ്ട്. അവർ 0 എന്നാണ് തെളിയിക്കാൻ പറഞ്ഞത്. 0 അല്ല തെളിയപ്പെടുന്നത്, ഇത് 1 ആണ് കേട്ടോ. ക്വസ്റ്റ്യനിലെ മിസ്റ്റേക്ക് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് പ്രിന്റിംഗ് എറർ കാണുന്നുണ്ട്. അതായത് നമുക്കിവിടെ തെളിയിക്കാൻ പറ്റുന്നത് 1 എന്നാണ് തെളിയിക്കാൻ പറ്റുന്നത്. ഇനി ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നമുക്കൊന്ന് നോക്കാം. 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എ ക്യൂബ് പ്ലസ്
3 ഇൻറ്റു 1 സ്ക്വയർ ഇൻറ്റു ഒമേഗ പ്ലസ് 3 ഇൻറ്റു 1 ഇൻറ്റു ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ ക്യൂബ് പ്ലസ് ഒമേഗ സ്ക്വയർ ഡൺ. അപ്പോൾ നമ്മൾ ഇവിടെ 1 പ്ലസ് 2 ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ, അകത്ത് ഒമേഗ ക്യൂബ് 1 ആവും, മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ ഇവരെല്ലാവരും മൈനസ് ആവും, -1 ആവും. ആൻഡ് ഫൈനലി ഒമേഗ സ്ക്വയർ. 1ഉം -1ഉം പോയി, ഒരു -1 ബാക്കിയുണ്ടല്ലോ. സോറി, ഞാനേ അത് ശരിയായിരുന്നു കേട്ടോ, ഞാൻ ഒരു -1 വിട്ടുപോയതാണ്. ഈ -1 ഞാൻ വിട്ടുപോയതാണ്, സോറി. ഒരു -1 ഞാനിവിടെ ആഡ് ചെയ്യാൻ വിട്ടുപോയി. ബാക്കി എല്ലാവരും ആഡ് ചെയ്തു, ഒരു -1 കളഞ്ഞുപോയി. Therefore, this is equal to yeah, this is equal to -1 minus omega square. മൈനസ് കോമൺ എടുക്കുമ്പം 1 പ്ലസ് ഒമേഗ സ്ക്വയർ. 1 പ്ലസ് ഒമേഗ സ്ക്വയർ 0 ആണ്, അതുവഴി ഇത് 0 ആവും. കറക്റ്റ് ആണ്. കഴിഞ്ഞു. അപ്പൊ എനിക്കവിടെ ജസ്റ്റ് ഒരു കാര്യം ലാപ്സ് ആയി പോയതാണ്, വേറെ ഒന്നുമില്ല. 1 കണ്ടില്ല, അതുകൊണ്ട് പറ്റിപ്പോയത്. കഴിഞ്ഞു. നമ്മളത് വിദഗ്ധമായി പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് അടുത്ത് തെളിയിക്കാനുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. 2 മൈനസ് ഒമേഗ ഇൻറ്റു 2 മൈനസ് ഒമേഗ സ്ക്വയർ, 2 മൈനസ് ഒമേഗ ഇൻറ്റു 2 മൈനസ് ഒമേഗ സ്ക്വയർ, 2 മൈനസ് ഒമേഗ ഇൻറ്റു 2 മൈനസ് ഒമേഗ സ്ക്വയർ, 2 മൈനസ് ഒമേഗ റൈസ് ടു 10 ഇൻറ്റു 2 മൈനസ് ഒമേഗ റൈസ് ടു 11, 2 മൈനസ് ഒമേഗ റൈസ് ടു 10 ഇൻറ്റു 2 മൈനസ് ഒമേഗ റൈസ് ടു 11, 2 ഒമേഗ റൈസ് ടു 11 ഈക്വൽ ടു 49 എന്നാണ് തെളിയിക്കാറുള്ളത്. അപ്പൊ നമ്മൾ എന്തായാലും കാര്യം എഴുതുന്നു, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതുന്നു. അവിടെ നിന്ന് 49 നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 10, 2 മൈനസ് ഒമേഗ റൈസ് ടു 11. നോക്കുക, 2 മൈനസ് ഒമേഗ ഇൻറ്റു 2 മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു 2 മൈനസ് ഒമേഗ റൈസ് ടു 10നെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഞാൻ അവിടെ പതുക്കെ ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ പവറുകളെല്ലാം കൂട്ടുമ്പോൾ 3 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് 1 10 കിട്ടും. ഇനി 2 മൈനസ് ഒമേഗ റൈസ് ടു 11 ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ സ്ക്വയർ. 3 പ്ലസ് 3 പ്ലസ് 3 9, 9 പ്ലസ് 2 11 കൃത്യമായിട്ട് കിട്ടും. Therefore, this is equal to 2 minus omega into 2 minus omega square into ഇവിടെ ഇവരെ ഒമേഗ ക്യൂബ് എല്ലാം 1 ആണ്. ഒമേഗ ക്യൂബ് 1 ആണ്. Therefore, this will be 2 minus omega. And this particularly will be 1 into 1 into 1 into 1 omega squared. കഴിഞ്ഞു. അടുത്ത നമ്മൾ 2 മൈനസ് ഒമേഗ ഇൻറ്റു 2 മൈനസ് ഒമേഗ 2 മൈനസ് ഒമേഗ സ്ക്വയർഡ്. 2 minus omega square into 2 minus omega square, 2 minus omega square, the whole square. A minus b the whole square, a square, minus 2 into 2 into omega, 4 omega, plus omega square. അടുത്ത 2 square 4, minus 2 into 2 into omega square, 4 omega square, plus omega square the whole square, omega raised to 4. Continuing similarly, 4 minus 4 omega plus omega square into 4 minus 4 omega square plus omega raised to 4നെ omega cube into omega നേക്കാം. omega cube 1 ആണ്, 1 into omega. Therefore, this will be omega itself. എളുപ്പമുണ്ട് നമുക്ക് എളുപ്പമുണ്ട്. ഒമേഗ റൈസ് ടു 4 ഞാൻ ഇവിടെ ഇത്ര എക്സ്പാൻഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഞാനത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാത്തത്. നമ്മളത് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. കാരണം ഇത് ഓൾറെഡി ഞാൻ ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചത് കൊണ്ട് ഒമേഗ റൈസ് ടു 4 ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് ഇവിടെ എക്സ്പാൻഡ് ചെയ്യാം. 4 ഇൻറ്റു 4 16, 4 ഇൻറ്റു -4 -16 ഒമേഗ സ്ക്വയർ, 4 ഇൻറ്റു ഒമേഗ 4 ഒമേഗ. അടുത്ത -4 ഒമേഗ ഇൻറ്റു 4 -16 ഒമേഗ, -4 ഒമേഗ ഇൻറ്റു -4, -4ഉം -4ഉം +16 ആകും. ഒമേഗ ഇൻറ്റു ഒമേഗ സ്ക്വയർ ഒമേഗ ക്യൂബ് ആകും.
മൈനസ് 4 ഒമേഗ ഇൻറ്റു ഒമേഗ മൈനസ് 4 ഒമേഗ സ്ക്വയർഡ്. അടുത്ത ഒമേഗ സ്ക്വയർ ഇൻറ്റു 4 4 ഒമേഗ സ്ക്വയർഡ്. ഒമേഗ സ്ക്വയർ ഇൻറ്റു മൈനസ് 4 ഒമേഗ സ്ക്വയർ മൈനസ് 4 ഒമേഗ റൈസ് ടു 4. ഒമേഗ സ്ക്വയർ ഇൻറ്റു ഒമേഗ ഒമേഗ ക്യൂബ്. കഴിഞ്ഞു. Therefore, this is equal to 16 minus 16. നമുക്ക് എന്തായാലും ഒറ്റ സ്റ്റെപ്പിൽ എല്ലാം എഴുതാൻ നോക്കാം. ഇവിടെ 16 കോൺസ്റ്റന്റ് ആയി 16 ഉള്ളൂ, വേറെ ഒരിടത്തും ഇല്ല വേറൊന്നും. 16 അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒമേഗ സ്ക്വയർ, അടുത്ത ഒമേഗ സ്ക്വയർ ഇതാ കിടക്കുന്നു. മൈനസ് 16 മൈനസ് 4 മൈനസ് 20 ഒമേഗ സ്ക്വയർ. വേറെ ഇത് രണ്ടും വെട്ടിപ്പോട്ടെ, ഇത് രണ്ടും വെട്ടിപ്പോട്ടെ. അപ്പൊ മൈനസ് 16 ഒമേഗ സ്ക്വയർ മൈനസ് 16 ഒമേഗ സ്ക്വയർ. ഇനി ഒമേഗ 4 ഒമേഗ മൈനസ് 16 ഒമേഗ 4 ഒമേഗ മൈനസ് 16 ഒമേഗ മൈനസ് 12 ഒമേഗ മൈനസ് 12 ഒമേഗ 4 ഒമേഗ മൈനസ് 16 ഒമേഗ മൈനസ് 12 ഒമേഗ. ഒമേഗ ക്യൂബ് 1 ആണ്, ഒമേഗ ക്യൂബ് 1 ആണ്. അപ്പോ അവിടെ 16 വരും. ഇവിടെ ഒമേഗ ക്യൂബ് ഉണ്ട്, അവിടെ പ്ലസ് 1 വരും. പിന്നെ ഒമേഗ റൈസ് ടു 4 ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാം. ഒമേഗ ക്യൂബ് ഇൻറ്റു ഒമേഗ എന്ന് വരും. Therefore, this is equal to 16 16 ഒന്നും 16 16 എത്ര വരും? സോറി, 16 16 32 32 ഒന്നും 33 33. അപ്പൊ ഇവിടെ 16 സ്ക്വയർ ഉണ്ട്, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. 16 ഇൻറ്റു ഒമേഗ സ്ക്വയർ ഉണ്ട്. മൈനസ് 12 ഒമേഗ മൈനസ് 4 ഒമേഗ ഒമേഗ ക്യൂബ് 1 ആവും. അപ്പോ ഇവരെല്ലാരും കൂടെ ചേർന്ന് 12 ഒമേഗയും മൈനസ് 4 ഒമേഗയും മൈനസ് 16 ഒമേഗ കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു 33 മൈനസ് 16 ഒമേഗ സ്ക്വയർ മൈനസ് 12 ഒമേഗ 12 ഒമേഗ മൈനസ് 4 ഒമേഗ മൈനസ് 16 ഒമേഗ. കഴിഞ്ഞു. Therefore, this is equal to നമ്മളിവിടെ നോക്കുമ്പോൾ 33 മൈനസ് 16 ഞാൻ കോമൺ എടുക്കുന്നു. അപ്പൊ നമുക്ക് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ എന്ന് കിട്ടും. ഞാനിവിടെ ബ്രാക്കറ്റിന്റെ അകത്ത് 33 മൈനസ് 16 1 പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് 1 ആഡ് ചെയ്യുന്നു, 1 സബ്സ്ട്രാക്ട് ചെയ്യുന്നു. തെറ്റില്ലല്ലോ. Therefore, this is equal to 33 മൈനസ് 16 ഇൻറ്റു 1 പ്ലസ് ഒമേഗ സ്ക്വയർ 0 ആണ്, 0 മൈനസ് 1. This is equal to 33 മൈനസ് 16 ഇൻറ്റു മൈനസ് 1. That is equal to 33 പ്ലസ് 16. 33 പ്ലസ് 16 33 49. നമ്മൾ വിചാരിച്ച ആൻസർ കിട്ടി. നമുക്ക് കഴിഞ്ഞു. ഇതാണ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റിയുടെ ക്വസ്റ്റ്യൻസ്.